अवतारवरिष्ठाय रामकृष्णाय ते नमः। जननीं शारदां देवीं रामकृष्णं जगद्गुरुं पादपद्मे तयो श्रुत्वा प्रणमामि मुहुर्मुहुः। नमः श्रीयतिराजाय विवेकानन्दसूरये सच्चित्सुखस्वरूपाय स्वामिने तापहारिणे। എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ജീവിതപാത, ജീവിത വിജയപാത അല്ലേ, ഇതാണ് നമ്മുടെ വിഷയം. അപ്പൊ ജീവിതത്തില് നിങ്ങളൊക്കെ വിദ്യാർത്ഥി ജീവിതത്തിലാണ്. അപ്പൊ വിദ്യാർത്ഥി ജീവിതം നമുക്ക് വിജയിക്കണം. നമ്മുടെ ഔദ്യോഗിക ജീവിതം, നമ്മുടെ തൊഴിൽ ജീവിതത്തിൽ നമുക്ക് വിജയം ഉണ്ടാകണം. നമുക്ക് ജീവിതം മുഴുവൻ ഒരു വിജയ ഘോഷയാത്ര ആവണം. അപ്പൊ ഞാൻ നേരത്തെ ചെറിയ കുട്ടികളോട് സംസാരിക്കായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു, നമുക്ക് ജീവിതത്തിൽ വിജയം വേണമെങ്കിൽ എന്താ വേണ്ടത്? ജീവിത വിജയത്തിന്റെ സിമ്പൽ എന്താണ്? എന്തുണ്ടെങ്കിൽ ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു നമുക്ക് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, അവരോട് ശാന്തി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയമാണ്. ശാന്തി. അമ്മ ശാരദാദേവി, നിങ്ങൾക്കറിയായിരിക്കും ശാരദാദേവിയുടെ ജീവചരിത്രം ചിലപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ശ്രീരാമകൃഷ്ണ സഹധർമ്മിണി ശാരദാദേവി. അപ്പൊ ശാരദാദേവി പറയുന്നത് സീതയും രാധയും പോലത്തെ ഒരു വ്യക്തിത്വം, ലോകത്തിന്റെ മുഴുവൻ ജനനി, ആദ്യാശക്തി എന്നൊക്കെ വിളിക്കുന്ന സീതയും രാധയും പോലത്തെ ഒരു വ്യക്തിത്വമായിരുന്നു ശാരദാദേവി. അമ്മ ശാരദാദേവി പറയാണ്, മനുഷ്യൻ എന്താണ് വേണ്ടത്? മനുഷ്യന് വേണ്ടത് ശാന്തിയാണ്. നമുക്ക് എന്താണ് വേണ്ടത്? ശാന്തിയാണ്. ശാന്തി ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം? നമുക്ക് സുഖം ഉണ്ടാവില്ല. നമുക്കറിയാം, നിങ്ങളൊക്കെ വീട്ടിൽ ജീവിക്കുന്നവരല്ലേ, കുടുംബത്തിലാണ്. വീട്ടില് ഒരാൾക്ക് അസുഖം വന്നാല് നമുക്ക് ശാന്തി കുറച്ച് കുറയും അല്ലേ? അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും, അനുജനോ ജ്യേഷ്ഠനോ ആർക്കെങ്കിലും അസുഖം വന്നാല് നമുക്ക് വീട്ടിൽ കുറച്ച് ശാന്തി കുറയും അല്ലേ? വീട്ടില് സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ശാന്തി കുറയും. നമുക്ക് അത്യാവശ്യത്തിന് ജീവിക്കാനുള്ള പണമില്ല, സാമ്പത്തിക പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് പുസ്തകം വാങ്ങണം, നിങ്ങൾക്ക് മറ്റു പല ആവശ്യങ്ങളുണ്ട്, വസ്ത്രം വേണം. നമുക്ക് പണത്തിലാണ്. നമ്മുടെ ഇന്ത്യയിൽ പറയുന്ന പോലെ റൊട്ടി കപ്പട മക്കാൻ, റൊട്ടി വേണം, ഭക്ഷണം കഴിക്കണം, കപ്പട വേണം, വസ്ത്രം വേണം, മക്കാൻ വേണം, കെട്ടിടം വേണം നമുക്ക് ജീവിക്കാൻ. നമുക്ക് മഴയും വെയിലൊന്നും കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ജീവിക്കാൻ കെട്ടിടം വേണം, വീട് വേണം. അപ്പൊ ഇതിലേക്ക് വേണം, പണം വേണം. അപ്പൊ പണമില്ലാതായാല് നമ്മുടെ ജീവിതം വിഷമത്തിലാവും. അവനാണ് നമുക്കെല്ലാം ജോലി വേണം അല്ലേ? പഠിക്കുന്നത് പ്രധാനമായിട്ടും എന്തിനാണ്? നമ്മുടെ മുന്നിലുള്ള ചിത്രം എന്താണ്? പഠിച്ചിട്ട് ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ സയന്റിസ്റ്റോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്ത് വേണം? ജോലി വേണം. ജോലി ചെയ്താലേ നമുക്ക് പണം കിട്ടും. പണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ റൊട്ടി കപ്പട മക്കാൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവില്ല. നമ്മുടെ ജീവിതം പ്രതിസന്ധിയിലേക്ക് പോകും അല്ലേ? അപ്പൊ നിങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും അയച്ച് പഠിപ്പിക്കുന്നത് ഇത് ഏതൊക്കെ ക്ലാസ് ആയിരുന്നത്? 8 to 12, 9 to 12.
അപ്പൊ നിങ്ങൾ പണ്ടത്തെ കോളേജ് ജീവിതമാണ്. 11, 12 ഒക്കെ കോളേജിലായിരുന്നു നേരത്തെ. ഇപ്പോഴ് സ്കൂളിലാണ് അല്ലേ? അപ്പൊ നമ്മളെന്താണ് പ്രധാനമായിട്ട് പ്രാഥമികമായിട്ടുള്ള വീട്ടിൽ നിന്ന് സ്കൂളിലും കോളേജിലും പോകുമ്പോൾ നമ്മള് പ്രാഥമികമായിട്ട് നമ്മുടെ മനസ്സിലുള്ള കാര്യം പഠിച്ചിട്ട് നല്ല രീതിയിൽ പഠിച്ച് വളരണം, നല്ല മാർക്ക് കിട്ടണം, ഹയസ്റ്റ് റാങ്ക് വേണം, എന്നിട്ട് നമുക്ക് നല്ല ജോലി വേണം. ജോലി എന്തായാലും ജോലി ചെയ്യാതെ ആരും ജീവിക്കാൻ പറ്റില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, ആർക്കും ഒരു ജോലിയും ഇല്ലാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പണം വേണമെങ്കിൽ നമുക്ക് ജോലി വേണം. അപ്പൊ ഈ ഒരു സമഗ്രമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, നമുക്ക് സമഗ്രമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, എന്താ പറയുക, എല്ലാ തരത്തിലും നല്ല ഒരു മനുഷ്യൻ ആയി വളരാൻ നമുക്ക് ഈ വിദ്യാഭ്യാസം മാത്രം പോരാ. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ പഠിക്കുന്നു. മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോടെക്നോളജി, ഇതൊക്കെ ഒരുപാട് വിഷയങ്ങളാണല്ലോ അല്ലേ? ഇപ്പൊ സ്പെഷ്യലൈസേഷന്റെ കാലമാണ്. നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നു, അല്ലെ ഫിസിക്സ് പഠിക്കുന്നു. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് വളരെ ചെറിയൊരു അംശമാണ്. കെമിസ്ട്രിയുടെ മൊത്തം, കെമിസ്ട്രി എന്ന് പറയുന്ന രസതന്ത്രം എന്ന് പറയുന്ന ശാസ്ത്രത്തിന്റെ വളരെ ചെറിയ അംശമാണ് നിങ്ങളുടെ സ്കൂളിലും കോളേജിലും പഠിക്കുന്നത്. ബാക്കിയൊക്കെ പഠിക്കും, ബാക്കി ഒരുപക്ഷെ പഠിക്കാനേ പറ്റില്ല. അപ്പൊ നമ്മൾ ശാസ്ത്രാണ് അധ്യയനം തപഃ എന്നാണ് ശാസ്ത്രം പറയുന്നത്. വിദ്യാർത്ഥികളുടെ തപസ് എന്താണ്? പഠിക്കലാണ്. ശാസ്ത്രാണ് അധ്യയനം തപഃ. അപ്പൊ നമ്മള് ഓരോ വിഷയവും, സാമൂഹ്യ ശാസ്ത്രമാണോ, ഇംഗ്ലീഷ് ഭാഷയാണോ, മലയാള ഭാഷയാണോ, എന്തായാലും നിങ്ങൾ പഠിക്കുന്നത് ആ ശാസ്ത്രത്തിന്റെ ഒരു ചെറിയ അംശമാണ്. സ്കൂളിൽ കോളേജിലൊക്കെ പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാലും ആ ശാസ്ത്രത്തില്, ആ വിഷയ വിഭാഗത്തിൽ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാതെ വിടുന്നുണ്ട്. അസാധ്യമാണ്. ഒരു ജന്മം മുഴുവൻ എടുത്താലും ചിലപ്പോൾ ഒരു വിഷയം മുഴുവനും പഠിച്ചു തീർക്കാൻ നമുക്ക് പറ്റില്ല. വേദങ്ങളുടെയും വൃക്ഷത്തിനുടെയും കാര്യം പറയുകയേ വേണ്ട. ഞങ്ങളുടെ സാമാർക്ക് പോലും ചെറിയൊരു അംശം മാത്രമേ പഠിക്കാൻ പറ്റുന്നുള്ളൂ. ഇവിടെ ഒരു വലിയ കടലാണ്. അതുപോലെ തന്നെയുള്ള കടൽ തന്നെയാണ് മറ്റുള്ള വിഷയങ്ങൾ. പക്ഷേ ആ വിഷയങ്ങള് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനുവേണ്ടി സ്കൂളിൽ വരുമ്പോൾ അതിന് മുഴുവൻ ശ്രദ്ധയും നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ, ശ്രദ്ധ എന്ന വാക്യം പറഞ്ഞല്ലോ, വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധയിലുള്ള വ്യത്യാസമാണ്. ഒരാളെ മഹാനും വേറൊരാളെ അധമനും ആക്കുന്നത് എന്താണ്? ശ്രദ്ധയിലെ വ്യത്യാസമാണ്. ശ്രദ്ധ ശരിക്കുമുള്ള വിവർത്തനം വേദങ്ങളിലുള്ള വിശ്വാസം, പിന്നെ ഗുരുവിലുള്ള വിശ്വാസം, ഇതിനൊക്കെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. പക്ഷെ ശ്രദ്ധ നമ്മൾ സാധാരണഗതിയിൽ മലയാള ഭാഷയിൽ ഉപയോഗിക്കുന്നത് കോൺസെൻട്രേഷൻ, ഏകാഗ്രത എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഒരു മനുഷ്യനെ ഉന്നതനും വേറൊരു മനുഷ്യനെ അധമനമാക്കുന്നത് ഈ ശ്രദ്ധയിലുള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് ഈ ശ്രദ്ധ ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനൊരു സമയം നിങ്ങൾ കൊടുക്കുകയും ചെയ്യണം. ഈ കാലത്ത് നമുക്കറിയാം, നമ്മളൊക്കെ ശ്രദ്ധ വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇപ്പൊ കാണുന്നത്. ഒരു സംസ്കൃത ശ്ലോകമുണ്ട്, എന്താണെന്നറിയോ? മർക്കടസ്യ സുരാഭാനം മധ്യേ വൃശ്ചികദംശനം തന്മധ്യേ ഭൂതസഞ്ചാരോ യദ്വാ തദ്വാ ഭവിഷ്യതി. ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു കുരങ്ങൻ നമുക്കറിയാം അല്ലെ? കുരങ്ങൻ വളരെ റെസ്റ്റ്ലെസ് ആണ്, ചഞ്ചല പ്രകൃതിയാണ്. ഒന്ന് അങ്ങോട്ട് ചാടും, ഒന്നിങ്ങോട്ട് ചാടും, പിന്നെ ആകെപ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ കളിക്കുന്നതാണ്. ഇപ്പൊ കുരങ്ങന്റെ മനസ്സ് വളരെ ചഞ്ചലമാണ്. അതിനുപാട് ഒരുപാട് കോൺസെൻട്രേഷൻ ഇല്ല, ഏകാഗ്രത ഇല്ല. ഇപ്പൊ ആ കുരങ്ങൻ, ഓൾറെഡി ചഞ്ചല മനസ്കനായിട്ടുള്ള കുരങ്ങൻ കള്ളു കുടിച്ചു. മർക്കടസ്യ സുരാപാനം, കള്ളു കുടിച്ചു. മധ്യേ ആ കുരങ്ങൻ കള്ളു കുടിച്ചിട്ട് അതിന്റെ റെസ്റ്റ്ലെസ്നെസ് കൂടി, അതിന്റെ ചാഞ്ചല്യം കൂടി, വിവരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കുന്ന കുരങ്ങൻ.
അവ മർക്കടസ്യ സുരാപാനം മധ്യേ വൃശ്ചിക ദംശനം. ആ കുരങ്ങനെ തേട് കുത്തി. ഈ കുരങ്ങൻ കള്ളു കുടിച്ചിട്ട് കുറച്ചുകൂടെ റെസ്റ്റ്ലെസ്സായി. ആ കുരങ്ങനെ തേട് കൂടി കുത്തി. അപ്പൊ കുരങ്ങിന് വിവരിക്കാൻ പറ്റാത്ത രീതിയിലായി കുരങ്ങിന്റെ അവസ്ഥ. മർക്കടസ്യ സുരാപാനം മധ്യേ വൃശ്ചിക ദംശനം തന്മധ്യേ ഭൂതസഞ്ചാരവും. ആ കുരങ്ങനെ ഒരു ഭൂതവും കൂടെ കൂടി. നമ്മുടെ പറഞ്ഞില്ലേ പ്രേതം കൂടെ നമുക്ക് പറയുന്നില്ലേ, അതുപോലെ ഒരു ഭൂതവും കൂടെ കുരങ്ങന്റെ ഉള്ളിൽ കയറി. പിന്നെന്താ അടുത്ത ശ്ലോകത്തിലായി അടുത്ത വരി എന്താണ്? യദ്വാ തദ്വാ ഭവിഷ്യതി എന്നാണ്. പിന്നെ എന്താ സംഭവിക്കാന്ന്? എന്തും സംഭവിക്കാന്ന്. ചിലപ്പോൾ നമ്മൾ ആക്രമിച്ച് കൊല്ലും കുരങ്ങൻ. അത് ചിലപ്പോൾ പിന്നെ നദിയിൽ ചാടും, പിന്നെ മരത്തിൽ ചാടും. അപ്പൊ കള്ള് കുടിച്ചിട്ട് തേട് കുത്തിയിട്ട് ഭൂതവും കൂടെ കൂടിയ ഒരു കുരങ്ങന്റെ അവസ്ഥയിലാണ് മനുഷ്യന്മാരെന്നാണ് ഈ ശ്ലോകം പറയുന്നത്. അപ്പൊ നമ്മള് ഇക്കാലത്ത് പ്രത്യേകിച്ചും നമ്മുടെ മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള, നമ്മളെ ശ്രദ്ധ കൊടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ടെലിവിഷൻ കുറച്ച് കാലം മുമ്പ് ടെലിവിഷൻ ഒന്നുമില്ലായിരുന്നു. ടെലിവിഷൻ ഉണ്ട്, ഇപ്പൊ മൊബൈൽ ഫോണുണ്ട്. അപ്പൊ നമ്മുടെ റൂം തന്നെ ഒരു സിനിമാശാലയായി മാറിയിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുരങ്ങന്റെ അവസ്ഥയിൽ നമ്മളിങ്ങനെ ചാടി കളിക്കുക മനസ്സ്. അപ്പൊ ഈ മനസ്സിന് ഈ ശ്രദ്ധ, വിവേകാനന്ദ സ്വാമി പറയുന്ന ഒരു മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശ്രദ്ധയിലുള്ള വ്യത്യാസമാണ്. അപ്പൊ ഈ ശ്രദ്ധ എങ്ങനെ കൂട്ടിക്കിട്ടാൻ നമുക്ക്? ഞാൻ പറഞ്ഞു ശാസ്ത്രാണ അധ്യയനം തപഃ എന്ന്. പഠനകാലത്ത് നമ്മളെ മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്താണോ അതൊക്കെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഈ ഒരു വിഷയം പോലെ നമ്മുടെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വിഷയം പോലും നമുക്ക് ശരിക്കും പഠിക്കാൻ പറ്റില്ല. അതിന്റെ ഫലം എന്താവും? നമുക്കൊരാളെ ജോലി തന്നു, നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡിഗ്രി എടുക്കുമെന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ പി ജി ഉണ്ട്, ഇംഗ്ലീഷ് ഞങ്ങൾക്ക് PG ഉണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയോ പഠിച്ച് പാസ്സായി, വലിയ മാർക്കൊന്നുമില്ല, ഒരുവിധം പാസ്സായാണെങ്കിൽ എന്താണ് അവസ്ഥ? ഒരാളെ ജോലി തന്നു, ഒരു ഗവൺമെന്റ് ഉദ്യോഗം അല്ലെങ്കിൽ പ്രൈവറ്റിൽ കമ്പനിയിൽ ഉദ്യോഗം നമുക്ക് കിട്ടി. അപ്പോൾ അവിടുന്ന് മേലധികാരി പറയാണ്, ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് കത്തയക്കണം. കത്തെഴുതി കത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നു. ഇങ്ങനെ കാര്യങ്ങൾ കത്തിൽ വേണം, ഇങ്ങനെ കത്ത് ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുമെന്ന് പറയും. അപ്പൊ നിങ്ങൾ കത്ത് ഡ്രാഫ്റ്റ് ചെയ്യുന്നതാണ് തുടക്കത്തിന് വലിയ സംശയമാണ്. എങ്ങനെ അഡ്രസ് ചെയ്യണം, സബ്ജക്റ്റ് എവിടെ എഴുതണം, എങ്ങനെ അതിന്റെ തുടക്കത്തിലെ പാരഗ്രാഫ് എന്തായിരിക്കണം, പിന്നെ ഗ്രാമർ സംശയം, സ്പെല്ലിംഗ് സംശയം എഴുതി വരുമ്പോഴാണ് ഇപ്പൊ കത്ത് എന്ത് വിധത്തിലുള്ള കത്താവും നമ്മൾ ഇംഗ്ലീഷ് നേരാവണ്ണം പഠിച്ചിട്ടില്ലെങ്കിൽ എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ്. എന്താവും അവസ്ഥ? നല്ല ചീത്ത കിട്ടും, ചിലപ്പോൾ ജോലി പോവുകയും ചെയ്യും. അപ്പൊ നമ്മള് എന്തിനാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത്? നമുക്ക് നമ്മളെ തന്നെ സേവിക്കണം, സമൂഹത്തിനെ സേവിക്കണം. നമുക്ക് നമ്മൾ സേവിക്കുമ്പോൾ സമൂഹത്തിന്റെ സേവനം നടക്കുന്നുണ്ട്. നിങ്ങളൊരു കത്തെഴുതി ഒരു കമ്പനിക്ക് കത്തെഴുതുമ്പോൾ ആ കമ്പനിയായിട്ടൊരു ബിസിനസ് ഡീൽ നടക്കുകയാണ്. അപ്പോൾ അത് സമൂഹത്തിനെ ബാധിക്കുന്നുണ്ട് അല്ലേ? നിങ്ങളൊരു തുണിക്കമ്പനി തുടങ്ങി, നിങ്ങൾ ഉണ്ടാക്കുന്ന വസ്ത്രം ആരാണ് ഉപയോഗിക്കുന്നത്? ജനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിനെന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ജനങ്ങളെ ബാധിക്കും, രാജ്യത്തിനെ ബാധിക്കും. ഇവിടെ തോക്കിന്റെ ഉണ്ടയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ രാജ്യത്തിന് വേണ്ടിയിട്ട് തോക്കുണ്ടാക്കാണ്. 303 റൈഫിൾ, 303 റൈഫിൾ ഇപ്പൊ ഇല്ല, ഇപ്പൊ മറ്റേ അതിലും വലിയ ഇതൊക്കെ റൈഫിൾസാണ്. അതുണ്ടാക്കുന്ന കമ്പനി നടക്കുകയാണ് നിങ്ങൾ. അപ്പൊ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് പോയതാണ്. അപ്പൊ എങ്ങനെയാണ് അത് ശരിക്കും ചെയ്തിട്ടില്ലെങ്കിൽ പട്ടാളക്കാർക്ക് കൊടുക്കും നിങ്ങൾ തോക്ക്, അവർ അതിർത്തി വെടിവെക്കും, ഉണ്ട ചിലപ്പോൾ പോകുന്നില്ല, വെറുതെ വെടിവെക്കലേ ഉണ്ടാവും, ശത്രു നയിക്കലുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മളത് കൃത്യമായിട്ട് പൂർണ്ണ മനസ്സോടുകൂടെ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ പൂർണ്ണ മനസ്സോടെ ഇംഗ്ലീഷ് പഠിക്കുക. ജീവിതത്തിലെ മറ്റുള്ള പരദൂഷണവും ടെലിവിഷനും ഡിസ്ട്രാക്ട് ചെയ്യുന്ന എല്ലാം ഒഴിവാക്കി പൂർണ്ണ മനസ്സ് അതിൽ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്കത് പൂർണ്ണമായി പഠിക്കാൻ പറ്റൂ. അതിലേക്ക് നിങ്ങളുടെ പഠനത്തിന് ഡിഫക്റ്റ് ഉണ്ടാവും. അത് നിങ്ങളെ ബാധിക്കും, രാജ്യത്തിനെയും ബാധിക്കും, എല്ലാവരെയും ബാധിക്കും. കിട്ടുന്ന ശമ്പളത്തിന്റെ തോത് കുറയുകയും ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് ഇവിടെ ഒരു കാര്യം, അത് സമയമൊന്നുമില്ല നമുക്ക്.
ഭർതൃഹരി എന്ന് പറയുന്ന ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വടക്കേ ഇന്ത്യയിലെ ഒരു രാജാവായിരുന്നു, പണ്ടുകാലത്തെ രാജാവായിരുന്നു ഭർതൃഹരി. ഭർതൃഹരിയുടെ പുസ്തകമുണ്ട്, ഭർതൃഹരി ദർശനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ രാമകൃഷ്ണൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ ഭർതൃഹരിയുടെ നീതി ശതകമുണ്ട്, വൈരാഗ്യ ശതകമുണ്ട്. അതില് ഭർതൃഹരി പറയുന്ന ഒരു കാര്യം, ഒരു ശ്ലോകമാണ്. ഇത് രംഗനാഥാനന്ദ സ്വാമികൾ കണ്ടിട്ടുണ്ടാവും. രാമകൃഷ്ണ മിഷന്റെയും രാമകൃഷ്ണ മഠത്തിന്റെയും ആഗോള പ്രസിഡന്റ് ആയിരുന്നു, വലിയ പ്രഭാഷകനായിരുന്നു. ലോകം മുഴുവൻ യാത്ര ചെയ്ത് സ്വാമിജി പ്രസംഗിക്കാറുണ്ട്. ഈ ശ്ലോകം സ്വാമിജി എപ്പോഴും കോട്ടി ഭക്തരുടെ ശ്ലോകം. ഈ ശ്ലോകം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. 4 തരത്തിലുള്ള മനുഷ്യന്മാരുണ്ടെന്നാണ് ഭക്തര് പറയുന്നത്. എല്ലാ സമൂഹത്തിലും 4 തരത്തിലുള്ള ആളുകളാണ്. അപ്പൊ ഈ 4 തരത്തിലുള്ള ആളെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. ഈ ശ്ലോകം കേട്ടിട്ട് നമ്മുടെ രീതി ഏത് തരത്തിൽ പെടുന്നു എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഏറ്റവും താഴെ കിടക്കുന്ന ലെവലിലുള്ള ആളാണെങ്കിൽ നമ്മൾ അവിടുന്ന് മേലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും. ഉദ്ധരേ ആത്മാനം അവസാദേ എന്നൊക്കെ ശ്രീകൃഷ്ണൻ പറയുന്നു. ഓരോരുത്തരും തന്നെത്താൻ അവരെ തന്നെ ഉയർത്തണം. നമുക്കൊരു കൈക്ക് വേദന വന്നു കഴിഞ്ഞാൽ വേദന നമ്മൾ തന്നെ സഹിക്കണം. അച്ഛനും അമ്മയ്ക്കോ വേദന ട്രാൻസ്ഫർ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ വലിയ യോഗികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവര് രോഗം വേറെ ശ്രീരാമകൃഷ്ണന്റെ ജീവിതത്തിൽ നമുക്ക് അറിയാം. ദക്ഷിണേശ്വരത്തില് ഭഗവാൻ ഉള്ള സമയത്ത് മാധുർ ബാബു വിശ്വാസ് എന്ന ആളായിരുന്നു ശ്രീരാമകൃഷ്ണന്റെ ഒരു സേവകൻ. പണമൊക്കെ കൊടുത്ത് ശ്രീരാമകൃഷ്ണനെ നോക്കിയിരുന്ന ഒരാളാണ്. ദേവി തന്നെ നിശ്ചയിച്ച ആളാണെന്നാണ് പറയുന്നത് ഭഗവാൻ. അപ്പൊ മാധവനാഥ് വിശ്വാസിന്റെ ഭാര്യയ്ക്ക് ജഗദംബ ദാസിക്ക് വലിയ അസുഖം വന്നു, മരിക്കാൻ പോവാണ്. ഡിസംബറിൽ വന്നു. അപ്പോ ഡിസംബറിൽ വന്നപ്പോ മധുരനാഥിന് പേടിയായി, ഭാര്യ മരിക്കാൻ പോവാണ്. അപ്പോ ഓടിച്ചെന്നു ശ്രീരാമകൃഷ്ണന്റെ അടുത്തേക്ക്, ഭഗവാന്റെ കാലിൽ വീണു. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, ജഗദംബദാസിക്ക് വളരെ മോശം അവസ്ഥയാണ്, മരിക്കാൻ പോവാണ്. ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, അവള് മരിച്ചു കഴിഞ്ഞാല് അങ്ങയെ സേവിക്കാൻ പോലും എനിക്ക് പറ്റാതാവും. നമ്മുടെ സ്വത്ത് അന്യാധീനപ്പെട്ടു പോകും. അതുകൊണ്ട് അവളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. കരഞ്ഞു പറയാണ്. ശ്രീരാമകൃഷ്ണൻ സാധാരണ മനുഷ്യൻ എന്താണെന്ന് നമുക്കറിയാലോ. കൃഷ്ണനെയും രാമനെയും പോലത്തെ ഒരു ഈശ്വരാവതാരമാണ്. അപ്പോ ശ്രീരാമകൃഷ്ണന്റെ കാലിൽ വീണ് കരഞ്ഞു പറയുകയാണ് ജഗദംബദാസിനെ രക്ഷിക്കണമെന്ന്. അപ്പോ ഭഗവാൻ പറഞ്ഞു, ശരി, അവളുടെ അസുഖം മാറും എന്ന് പറഞ്ഞു. കൽക്കത്തയിലെ ഡോക്ടർമാരൊക്കെ മരിക്കും എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഒരു കേസാണ്. എന്തായാലും മരിക്കാനാണ് സാധ്യത, വളരെ മൂർച്ഛിച്ചു രോഗം. പക്ഷെ ഭഗവാൻ അടുത്ത് ചെന്നു, ഭഗവാൻ അവളുടെ രോഗം മാറും എന്ന് പറഞ്ഞു. മധുരനാഥ് വിശ്വാസം തിരിച്ച് വീട്ടിൽ കൽക്കട്ടയിൽ ബാബാസാറിന്റെ വീട്ടിലെത്തുമ്പോഴേക്കും രോഗിയുടെ നില മാറിയിരിക്കുന്നു, രോഗി ഇംപ്രൂവ് ആയി വരികയാണ്. പക്ഷെ ശ്രീരാമകൃഷ്ണന്റെ പറഞ്ഞു, ജഗദംബദാസിന്റെ രോഗം മാറി, പക്ഷെ ആ രോഗം എന്റെ ശരീരത്തിലേക്ക് കയറി, എന്റെ ശരീരത്തിലേക്ക് ഞാൻ എടുത്തു. അതുകൊണ്ട് 6 മാസം വയറിളക്കവും ഒക്കെ കൊണ്ട് എനിക്ക് കഷ്ടപ്പെടേണ്ടി വന്നതാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, യോഗികൾക്ക് പറ്റും നമ്മളെ വേദനയൊക്കെ എടുക്കാൻ. പക്ഷേ നമ്മളെ അച്ഛനും അമ്മയും ഒക്കെ ബന്ധുക്കളൊന്നും യോഗികളെന്നുള്ളല്ലോ, മഹായോഗികളെന്നല്ല, അവർക്കൊന്നും പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മളുണ്ടാക്കുന്ന പ്രശ്നം, ഞാൻ പറഞ്ഞു ഉദ്ധരേതാത്മാനം, നമ്മളെ തന്നെ ഉയർത്തണം എന്നുള്ള പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ചെയ്യുന്നതിന്റെ ഭാവം നമ്മൾ തന്നെ അനുഭവിക്കണം. അച്ഛനെയും അമ്മയും മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്നൊക്കെ പറയുന്നത്. അച്ഛനെയും അമ്മയെയും അവര് പ്രത്യക്ഷ ദൈവങ്ങളാണ്. അവരെ പൂജിക്കണം, സേവിക്കണം, പരിപാലിക്കണം. അവരുടെ അപകടത്തിൽ പെടുമ്പോൾ അവരെ ശുശ്രൂഷിക്കണം. ശാസ്ത്രം പറയുന്നുണ്ട്. ചെയ്തിട്ടില്ല എന്താ പ്രശ്നം? പാപം അനുഭവിക്കേണ്ടി വരുന്നു, വേറെ ഒന്നുമില്ല. പാപം എങ്ങനെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്? ചിലപ്പോൾ രോഗമാവാം, വരന്തരം പ്രശ്നമാവാം. ആളുകൾ അന്ധരായിട്ടൊക്കെ ജനിക്കുന്ന കാണുന്നില്ലേ? ഒന്നുകിൽ ഈ ജന്മത്തിൽ ചെയ്ത പാവം, അല്ലെങ്കിൽ മുൻജന്മത്തിൽ ചെയ്ത ജനിക്കുന്നത് മുൻജന്മത്തിലെ പാവം എന്നാണ് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഭർതൃഹരി രാജാവ് ഒരു യോഗിയായിരുന്നു എന്നാണ് പറയുന്നത്, രാജർഷിയെ പോലത്തെ ഒരാൾ. ഭർതൃഹരി ഒരു ശ്ലോകത്തിൽ പറയുന്ന 4 തരത്തിലുള്ള മനുഷ്യന്മാരുണ്ടെന്നാണ്. 7 സത്പുരുഷ പരാർത്ഥ ഘടക സ്വാർത്ഥാൻ പരിത്യജ്യേ. 1ാമത്തെ തരത്തിലുള്ള ആളുകൾ അവരെങ്ങനെയാണ്? സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ സേവിക്കും. ഹൈയസ്റ്റ് ആയിട്ടുള്ള ആളുകൾ സ്വന്തം കാര്യം അവഗണിച്ചുകൊണ്ട്
മറ്റുള്ളവരെ സേവിക്കുക, സ്നേഹിക്കുക, അവർക്ക് വേണ്ടത് ചെയ്യുക, അവർക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കുക. വിവേകാനന്ദ സ്വാമിയും ഒക്കെ 9 വർഷത്തെ വർക്കാണ്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ തന്നെ കാരണം വിവേകാനന്ദ സ്വാമികള് അമേരിക്കയിൽ പോയി സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്ത്യക്കാർക്ക് ബോധം വന്നത്. ഇവിടെ രോഗം കൊണ്ടും വിദേശാക്രമണം കൊണ്ടും ഒക്കെ നശിക്കാൻ പോകുന്ന ഒരു ജനത, ആകെ പട്ടിണിയാണ്, ദുർഭിക്ഷമാണ്, മൊത്തം രാജ്യത്ത് മൊത്തം പ്രശ്നങ്ങളാണ്. ഹിന്ദുക്കൾക്കാണെങ്കിൽ തങ്ങളുടെ മതത്തിനെ പറ്റി ഒരു അഭിമാനം ഇല്ലാതായി പോകുന്ന ഒരവസ്ഥ. അങ്ങനത്തെ വളരെ കുഴപ്പം പിടിച്ച മതമണ്ഡലത്തിലും എല്ലാ മണ്ഡലത്തിലും പരക്കെ കൺഫ്യൂഷനും പ്രശ്നങ്ങളും ഉള്ള ഒരു സമയത്താണ് വിവേകാനന്ദ സ്വാമികള് ജനിക്കുന്നത്, ശ്രീരാമകൃഷ്ണൻ ജനിക്കുന്നത്. ഈ രാജ്യത്തിന് നേരാൻ വഴിക്ക് മൊത്തത്തിൽ എല്ലാ തരത്തിലുള്ള പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. അപ്പൊ സ്വാമിജി അമേരിക്കയിൽ പോയിട്ട് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്ത്യക്കാർക്ക് ആത്മവിശ്വാസം വന്നത്. ആ ആത്മവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായി വന്നത്. ഗാന്ധിജി എന്താണ് പറഞ്ഞത്? വിവേകാനന്ദ സ്വാമികളുടെ പ്രസംഗം വായിച്ചപ്പോൾ എന്റെ രാജ്യസ്നേഹം 1000 മടങ്ങ് വർദ്ധിച്ചു എന്നാണ്. ഇവരെല്ലാവരും അതൊക്കെയാണ് പറഞ്ഞത്. സുഭാഷ് ചന്ദ്രബോസ് ആണെങ്കിലും നെഹ്റു ആണെങ്കിലും ഒക്കെ. അപ്പോ സ്വാമിജി അമേരിക്കയിൽ പോയി പ്രസംഗിച്ചപ്പോഴാണ് ഇവിടെ രാജ്യം ഉണർന്നത്, സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ ക്രിസ്തുവിനെ പോലെയും ബുദ്ധനെ പോലെയും ശ്രീരാമനെ പോലെയും ശ്രീകൃഷ്ണനെ പോലെയും ഒക്കെ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ എന്ന് പറയുന്നുണ്ടല്ലോ ഗീതയില്. യഥാ യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ. എപ്പോഴൊക്കെ ലോകത്തിൽ ധർമ്മം കുറയുന്നുവോ അധർമ്മം കൂടുന്നുവോ അപ്പോഴൊക്കെ ഞാൻ ശരീരമെടുക്കുന്നു, ഭഗവാൻ തന്നെ ശരീരമെടുത്ത് വരുന്നു. സാധാരണ സാമൂഹ്യ രക്ഷകർത്താക്കൾക്കും സാധാരണ ഋഷിമാർക്കും ഒന്നും ഈ പണി ചെയ്യാൻ പറ്റില്ല. എന്ത് പണി? ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. വെറും ഇന്ത്യ രാജ്യത്തിന്റെ കാര്യമല്ല, ലോകത്തിന്റെ മൊത്തം ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നുള്ള കാര്യം. അപ്പൊ അതിനു വേണ്ടി വരുന്നു. അവരാണ് ഏറ്റവും വലിയ ആളുകൾ, ആദ്യത്തെ തരത്തിലുള്ള ആളുകൾ. സമയം കഴിഞ്ഞാണ്. ഏതായാലും ഈ ശ്ലോകം തീർന്നിട്ട് ഞാൻ നിർത്താം. രണ്ടാമത്തെ കൂട്ടര് സാമാന്യാസ്തു പരാർത്ഥമുദ്യതമൃത സ്വാർത്ഥ അവിരോധനേ സ്വാർത്ഥ അവിരോധയെ. രണ്ടാമത്തെ കൂട്ടർ എന്താണ്? സ്വന്തം കാര്യം നോക്കും, മറ്റുള്ളവരുടെ കാര്യം നോക്കും. ഇതാണ് ഭൂരിപക്ഷം പേര്. അവർ സ്വന്തം കാര്യം നോക്കും, മറ്റുള്ളവരുടെ കാര്യം മറ്റുള്ളവരെ സേവയും ചെയ്യും. ഇതാണ് ഭൂരിപക്ഷം മനുഷ്യർ. മൂന്നാമത്തെ കൂട്ടർ എങ്ങനെയാണ്? തേനി മാനവരാക്ഷസാഹ പരഹിതം സ്വാർത്ഥായ നിഘ്നം ദിയേ. ഇവരെയാണ് മാനവരാക്ഷസന്മാർ എന്ന് പറയുന്നത്. ഇവരെന്താ ചെയ്യുന്നത്? സ്വന്തം കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കുക, കൈക്കൂലി വാങ്ങുക, അഴിമതി നടത്തുക. അവര് റോഡുണ്ടാക്കും, കുറച്ച് 1 മാസം കഴിഞ്ഞാൽ റോഡ് പൊളിയും. എന്താണ്? ശരിക്കും താറും കല്ലും ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ശരിക്കും വർക്ക് ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് മാനവരാക്ഷസന്മാർ, സ്വന്തം കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കുക. നാലാമത്തെ ഗ്രൂപ്പ് എന്താണ്? ഏതു ഖനന്തി നിരർത്ഥകം പരഹിതം തേകേന ജാനമഹേ. നാലാമത്തെ ഗ്രൂപ്പ് എന്താണ്? സ്വയം തനിക്ക് ഉപകാരമൊന്നുമില്ലെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കുക. തനിക്ക് ഉപകാരമൊന്നുമില്ല എന്നിട്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കുക. അപ്പൊ സ്വയം ഉപകാരമില്ലെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കുക. കുറച്ചുകൂടി സമയം എന്നാ പറഞ്ഞു. ഇതാണ് നാലാമത്തെ തരത്തിലുള്ള മനുഷ്യന്മാർ. ഒന്നാമത്തെ ആളുകള് സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ സേവിക്കും. രണ്ടാമത്തെ തരത്തിലുള്ളവര് തന്റെ കാര്യം നോക്കും, മറ്റുള്ളവരെ നോക്കും. മൂന്നാമത്തെ തരത്തിലുള്ള ആളുകള് തനിക്ക് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കും. നാലാമത്തെ ആൾക്കാര് തനിക്കൊരു ഗുണവും ഇല്ലെങ്കിൽ മറ്റുള്ളവർ ഉപദ്രവിക്കും. അപ്പൊ ഇതൊരു കണ്ണാടിയാണ് ഈ ശ്ലോകം. ഈ കണ്ണാടി നോക്കിയിട്ട് നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ നിശ്ചയിക്കണം. ഞാൻ ഏതവസ്ഥയിലാണുള്ളത്? ഞാൻ ഈ ഗ്രൂപ്പിൽ ഏതിൽ പെടുന്നു? അപ്പൊ ഇത് നോക്കിയിട്ട് നമ്മളെ തന്നെ ഉയർത്തിക്കൊണ്ടുവരിക. അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരിക. സ്വന്തം കാര്യം നോക്കുക, മറ്റുള്ളവരെ നോക്കുക. എന്നത്തെ ഗ്രൂപ്പിലേക്ക് നമ്മളെ ഉയർത്തി കൊണ്ടുവരണം.
അല്ലെങ്കിൽ എന്താണ് കുഴപ്പം? നമുക്കറിയാം നമ്മൾ ശരിയായ വഴിക്ക് പോകാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്, അല്ലേ? പക്ഷെ നമ്മുടെ മനസ്സ് നമ്മളെ കൺട്രോളിൽ പോയിട്ട് നമ്മൾ തെറ്റ് ചെയ്യുന്നു. എന്നിട്ട് അയ്യോ ഞാനെന്തിനാണ് അയാളോട് ഞാൻ കോപിച്ചത്, എനിക്ക് ദേഷ്യം വരരുതായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നമ്മുടെ മനസ്സിന്റെ മേലെ നമുക്ക് നിയന്ത്രണമില്ല. അപ്പൊ മനസ്സിന്റെ അടിമയായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മൾ സുഖമായി ജീവിക്കണം, അല്ലെ? സുഖമായിട്ടാണ് വേണ്ടത്. നമുക്ക് മനുഷ്യന്മാർക്കും വേണം, ജീവികളെല്ലാം സുഖാന്വേഷിക്കുകയാണ്. പക്ഷെ ജീവികളുടെ കർമ്മം മാസ് കർമ്മമാണെന്നാണ് പറയുന്നത്. പക്ഷേ മനുഷ്യന്മാരുടെ ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം മറ്റുള്ള ജീവികളായിട്ടൊക്കെ ജീവിച്ചിട്ടുണ്ട്. ശാസ്ത്രാനുസരിച്ച് 84 ലക്ഷം ജീവികളിലൂടെ ജീവശരീരങ്ങളിലൂടെ ജീവിച്ച് പോയിട്ടാണ് ഒരാൾ മനുഷ്യ ശരീരം എടുക്കുന്നതാണ് ശാസ്ത്രം പറയുന്നത്. 84 ലക്ഷം. അത് പട്ടിയാവാം, പൂച്ചയാവാം, കാക്കയാവാം, കോഴിയാവാം, എന്തുമാവാം. ഇവരൊന്നും ഈ ജീവികളൊന്നും നിസ്സാരക്കാരാണ് വിചാരിക്കരുത്. അവരെല്ലാം ചെയ്യുന്നുണ്ട്. ഉണ്ണുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, അവര് കുട്ടികളെ നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട് അവര്, അല്ലേ? അപ്പൊ ഇതൊന്നും ഈ ജീവികളൊന്നും നിസ്സാരക്കാരല്ല. ഒരേ ആത്മാവ്, ഈശ്വരന്റെ ആത്മാവാണ് ഈ ജീവികളൊക്കെ ഉള്ളത്. അപ്പൊ ഇവരൊക്കെ ഈ ജീവികളൊക്കെ ഈ ജീവശരീരങ്ങളിലൊക്കെ പോയിട്ട് വേണം മനുഷ്യ ശരീരം കിട്ടാൻ. അപ്പൊ ഈ മൃഗ സംസ്കാരമൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ നിയന്ത്രണം ഇല്ലാതെയായി പോകുന്നത്. മനസ്സിന് നിയന്ത്രണം പോയി പോകുന്നു. നമുക്കെല്ലാം പലരും മറ്റുള്ളവരെ കൊല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലേ? വീടുകളിൽ പോലും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവ മഹാസനോ മഹാപാത്മ വിദ്യേനം ഇഹ വൈരണം. ഈ കാമം, ഈ ക്രോധം എവിടെ നിന്നുണ്ടാവുന്നതാണ്? രജോഗുണത്തിൽ നിന്നുണ്ടാവുന്നതാണ്. മഹാസനോ മഹാപാത്മ. ഇന്ന് എത്ര ഭക്ഷണം കൊടുത്താലും തൃപ്തി വരില്ല. കാമം എത്ര അനുഭവിച്ചാലും തൃപ്തി വരുന്നില്ല. കോപം എത്ര ആൾക്കാരെ ഉപദ്രവിച്ചാലും കോപം കൊണ്ടും തൃപ്തി വരുന്നില്ല. ഈ കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവ. ഇത് രജോഗുണത്തിൽ നിന്നുണ്ടാകുന്നതാണ്. മഹാസനോ മഹാപാത്മ. ഇത് മഹാപാപം ചെയ്യുന്നതാണ്. വിദ്യേനം ഇഹ വൈരിണം. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും ഈ ലോകത്തില് ശത്രുക്കളാണെന്ന് അറിയുക എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ നമ്മള് ഒരു കാര്യം ശ്രദ്ധിക്കണം പറഞ്ഞാല് ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്, എന്തിനാണ് നമ്മൾ ജീവിക്കേണ്ടത്? ശാസ്ത്രം നോക്കി ജീവിക്കണം. ഭഗവത്ഗീത പറയുന്നത് നോക്കി ജീവിക്കണം. ശങ്കരാചാര്യർ പറയുന്നത് നോക്കി ജീവിക്കണം. കൃഷ്ണൻ പറയുന്നത് നോക്കി ജീവിക്കണം. മറ്റു നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും നമ്മളെ ഉപദേശിക്കാൻ പ്രാപ്തിയുള്ളവരല്ല. അവർക്കൊന്നും നമ്മൾ ഉപദേശിക്കാനുള്ള ശക്തിയില്ല, അറിവില്ല. കാരണം അവർക്ക് ശാസ്ത്രജ്ഞാനം ചിലപ്പോഴില്ല. ഇപ്പൊ കൃഷ്ണൻ പറയുന്നത് എന്താണ്? തസ്മാത് ശാസ്ത്രം പ്രമാണത്തെ കാര്യകാര്യ വ്യവസ്ഥിതോ ജ്ഞാത്വാ ശാസ്ത്രവിധാനത്വം കർമ്മകർത്തും എന്നാണ്. അതുകൊണ്ട് അർജുന, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യത്തിൽ നിനക്ക് ശാസ്ത്രം പ്രമാണമായിരിക്കട്ടെ എന്നാണ്. എന്താണ് നല്ലത്, എന്താണ് ചീത്ത, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, ഈ കാര്യം നിശ്ചയിക്കുന്നത് നിനക്ക് ശാസ്ത്രം പ്രമാണമായിരിക്കട്ടെ. എന്നിട്ട് പറയുന്നത്, ശാസ്ത്രവിധി മുസൃജ്യ വർത്തതേ കാമകാരതഃ ന സിദ്ധിമവാപ്നോതി ന സുഖം ന പരാഗതി. ആരാണോ ശാസ്ത്രവിധി മാനിക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നത് അവർക്ക് സിദ്ധി ഉണ്ടാകുന്നില്ല. സിദ്ധി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്വയം അപ്രത്യക്ഷനാകാവുന്ന സിദ്ധിയൊന്നുമല്ല, ഈശ്വര ദർശനം നേടുക എന്നുള്ളതാണ്. ന സിദ്ധിമവാപ്നോതി ന സുഖം ന പരാഗതി. ആരാണോ ശാസ്ത്രം പറയുന്നത് മാനിക്കാതെ ജീവിക്കുന്നത് അവർക്ക് ഈ ലോകത്തിൽ സുഖം ഉണ്ടാകുന്നില്ല. പരാഗതി പരാഗതി. മരിച്ചതിന് ശേഷം അവർ നല്ല സ്ഥലത്തേക്ക് പോകുന്നില്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം, സ്വർഗ്ഗങ്ങളും നരകങ്ങളുണ്ടെന്നല്ലോ, അല്ലെ? ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോ ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് കൂടെ നമ്മൾ ആലോചിക്കണം, അല്ലെ? അപ്പൊ ശാസ്ത്രം പറയുന്നത് ഇതാണ്. എന്തിനാണ് ഇതൊക്കെ അനുഷ്ഠിക്കുന്നത്? പറയുന്നുണ്ട്, യം ലബ്ധ്വാ ചാപരം ലാഭം
മന്യതേ നാധികം തതഃ യസ്മിൻ സ്ഥിതോന ദുഃഖേന ഗുരുനാഭി വിചാര്യതേ. എന്ത് കിട്ടിയാലാണോ ഇതിനപ്പുറത്ത് ഇതിലും വലുതൊന്നും കിട്ടാനില്ല എന്ന് തോന്നുന്നത്, എന്ത് ജ്ഞാനത്തിൽ ഉറച്ചിരിക്കുമ്പോഴാണോ എത്ര വലിയ ദുഃഖവും ബാധിക്കാത്തത്, ആ അവസ്ഥയിൽ എത്താൻ വേണ്ടിയിട്ടാണ്. എന്ത് ജ്ഞാനത്തിൽ ഇരിക്കുമ്പോഴാണോ നമുക്ക് എത്ര വലിയ ദുഃഖവും ബാധിക്കാത്തത്, ആത്മജ്ഞാനം ബ്രഹ്മജ്ഞാനം എന്നൊക്കെ പറയുന്നത് ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു, കിട്ടാൻ വളരെ വിഷമമായിട്ടുള്ള മനുഷ്യജന്മം കിട്ടിയിട്ട് ഈ ജന്മത്തിൽ തന്നെ ഈശ്വര ദർശനം നേടാൻ വേണ്ടി ശ്രമിക്കാത്ത ആള് ജനിച്ചത് വെറുതെയാണെന്നാണ്. മനുഷ്യ ജീവിതം വേഗം കഴിക്കാൻ അറിയാമല്ലേ? 10-30 വയസ്സ് വരെയാണ് നമുക്ക് ശരീരത്തിന് പൂർണ്ണ ശക്തി ഉള്ളത്. അത് കഴിഞ്ഞാൽ ശക്തി കുറഞ്ഞു വരും അല്ലേ? 30 വയസ്സ് വരെയാണ് ശരീരത്തിന് പൂർണ്ണ ശക്തി ഉള്ളത്. അത് കഴിഞ്ഞാൽ ശരീരത്തിന്റെ ശക്തി കുറഞ്ഞു വരും. അപ്പൊ ശരീരത്തിന്റെ ശക്തി കുറഞ്ഞു വരുമ്പോൾ നമുക്ക് സുഖമായി ജീവിക്കണമെങ്കിൽ ശാസ്ത്രം പറയുന്നത് അനുസരിക്കാം. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്കൊരു ഫിലോസഫി ഓഫ് ലൈഫ് വേണം. നമ്മൾ ജീവിതം എങ്ങനെ ജീവിക്കണം? ശാസ്ത്രം പറയുന്നതനുസരിച്ച് ജീവിക്കണം. അതിന് ഏതെങ്കിലും ഒരു പുസ്തകം നിങ്ങൾ ആധാരമാക്കിയിട്ട് നിങ്ങൾ അതോറിറ്റി ആക്കി എടുത്തിട്ട് വേണം നിങ്ങൾ ജീവിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെന്ന് ചാടുന്ന കുഴപ്പത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. കർമ്മഫലം തടുക്കാൻ ഒരു ശക്തിക്കും ലോകത്ത് കഴിയില്ല എന്നാ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കണം അല്ലേ? അപ്പൊ കർമ്മഫലം തടുക്കാൻ പറ്റില്ല, പക്ഷെ കർമ്മം നിയന്ത്രിക്കാൻ പറ്റും. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഞാൻ പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പറയുന്ന യമം എന്ന് പറഞ്ഞ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താനാണ് വിചാരിക്കുന്നത്. മഹർഷി പറയുന്നത് വിവേകാനന്ദ സ്വാമികള് വ്യാഖ്യാനിക്കുന്നുണ്ട് പതഞ്ജലി മഹർഷി യോഗസൂത്രങ്ങള്. സ്വാമിജി പറയുന്നത് എന്താ അറിയോ? യമം എന്തൊക്കെയാണ് യമം? അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഇതാണ് യമങ്ങൾ എന്ന് പറയുന്നത്. പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പറയുന്നതാണ്. അപ്പൊ എന്താണ് ഇതൊക്കെ? അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. സമയം കഴിഞ്ഞതല്ലേ? ടീച്ചർ സമയം കഴിഞ്ഞില്ലേ? സമയമുണ്ടോ? ഓക്കെ 10 മിനിറ്റ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ യമങ്ങളെ പറ്റി പറഞ്ഞു നിർത്താണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ചെറിയൊരു സൂചന മാത്രമാണ് ഞാൻ തരുന്നത്. നിങ്ങൾക്കിത് വിശദമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ തന്നെ പഠിക്കണം. അഹിംസ എന്ന് പറയുന്നത് പതഞ്ജലി മഹർഷി പറയുന്നു, അഹിംസ പ്രതിഷ്ഠായ തത് സന്നിധവും വൈരത്യാഗ. നിങ്ങൾ അഹിംസയിൽ ഉറച്ചു കഴിഞ്ഞാൽ എങ്ങനെ അറിയാം നിങ്ങൾ അഹിംസയിൽ ഉറച്ചു കഴിയുന്നത്? അഹിംസയിൽ ഉറച്ച ആളുടെ മുന്നിൽ ജന്മനാ വൈരികളായിട്ടുള്ള ജീവികൾ വളരെ സന്തോഷത്തോടെ ശാന്തിയോടെ ഇരിക്കുന്നതാണ് പറയുന്നത്. നിങ്ങൾ അഹിംസയിൽ ഉറച്ചു കഴിയുകയാണെങ്കിൽ നിങ്ങൾ ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ എന്താണ് ഗുണം? നിങ്ങളുടെ മുന്നിൽ പുലിയും മാനും ഒരു ശത്രുതയില്ലാതെ ശാന്തമായി ഇരിക്കുന്നതാണ്. അഹിംസ പ്രതിഷ്ഠായ തത് സന്നിധവും വൈരത്യാഗ. അഹിംസയിലെ പ്രതിഷ്ഠ നേടിയ ഒരാളുടെ മുന്നില് ജന്മനാ ശത്രുക്കളായിട്ടുള്ള ജീവികൾ ശാന്തിയോടെ ജീവിക്കും എന്നാണ്. അടുത്ത പറയുന്നത് അഹിംസ, സത്യം. ഭഗവാൻ ശ്രീരാമകൃഷ്ണൻ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് സത്യം. എന്താണ് ഈ സത്യം? ഈശ്വരന് സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ എന്നാണ് പറയുന്നത്. ഈശ്വരൻ സത്യമാണെന്നാണ് പറയുന്നത്. എന്താണ് ഈശ്വരൻ സത്യമാണെന്ന് പറയുന്നത്? ഈശ്വരൻ മാത്രമാണ് എപ്പോഴും നിലനിൽക്കുന്നത്. ലോകവും ഇല്ലാതെയാകും, പ്രപഞ്ചവും ഒരു ഘട്ടത്തില് സംഭവിക്കും. ഭഗവാൻ തന്നെ പിന്നെയും സൃഷ്ടി, കൽപ്പത്തിന്റെ അവസാനം സംഹാരം, പിന്നെയും സൃഷ്ടിക്കുക. അപ്പൊ നമ്മളെല്ലാം ആത്മാക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എപ്പോഴും ഉണ്ട്. നമുക്ക് മരണമില്ല, പക്ഷെ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് മരണമുണ്ട്. നിങ്ങളെല്ലാം ആത്മാവാണ്. നിങ്ങൾക്ക് ഒരിക്കലും മരണവും രോഗവും ഒന്നുമില്ല. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾ എന്ത് അവസ്ഥയിലെത്തി, എന്ത് കുഴപ്പം വന്നു ആയിക്കോട്ടെ, ആത്മധൈര്യം വിടരുത്.
എന്താണെന്ന് വെച്ചാല് നിങ്ങളൊക്കെ ഈശ്വരന്റെ അംശമാണ് നിങ്ങൾ ഉള്ളിലുള്ളത്, ആത്മാക്കളാണ്. മരണം എന്ന് പറഞ്ഞ സംഗതിയെ നമുക്കില്ല. പക്ഷേ കഷ്ടപ്പാടുണ്ടല്ലേ, ദുഃഖം വരാൻ സാധ്യതയില്ല. ദുഃഖം ഒഴിവാക്കാൻ വേണ്ടിയാണ് ശാസ്ത്രീയങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് വേറെ അല്ല. എന്തിനാണ് ഈ ശാസ്ത്രീയ ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഉപദേശം പുസ്തകങ്ങൾ കണക്കിന് ഉപദേശം. എന്തിനാണ്? മനുഷ്യന്മാർ ശാന്തമായി സുഖത്തോടെ ജീവിച്ചോടെ ശാന്തിയോടെ ജീവിച്ചോടെ വിചാരിച്ചിട്ടാണ്. അത് അവർക്കെന്നെ വേറെ ജോലിയൊന്നുമില്ല നമ്മളെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കാൻ. അവരതിനു വേണ്ടിയിട്ടാണ് വരുന്നത്, അതിനുവേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സത്യപ്രതിഷ്ഠായ ക്രിയാഫലാശ്രയത്വം എന്നാണ് മഹർഷി പറയുന്നത്, പതഞ്ജലി മഹർഷി പറയുന്നത്. നിങ്ങളുടെ സത്യത്തിൽ പ്രതിഷ്ഠ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് സംഭവിക്കും. ക്രിയ കൂടാതെ തന്നെ ഫലം കൊടുക്കാനുള്ള ശക്തി നിങ്ങൾക്ക് കിട്ടും എന്നാണ്. 12 വർഷത്തെ കാലയളവാണ് പറയുന്നത്. 12 വർഷം വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സത്യം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അയാൾ പറയുന്നത് സംഭവിക്കും. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ജഗദംബദാസിക്ക് അസുഖം മാറിയെന്ന് പറഞ്ഞല്ലോ, അസുഖം മാറാണ്. അപ്പൊ വിവേകാനന്ദ സ്വാമി ഇത് വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നത്, അങ്ങനത്തെ ഒരാള് നിങ്ങളുടെ അസുഖം മാറട്ടെ എന്ന് പറഞ്ഞാല് അസുഖം മാറും. അയാളുടെ വാക്ക് കൊണ്ട് തന്നെ അസുഖം മാറും. സത്യപ്രതിഷ്ഠായ ക്രിയ ഫലാശ്രയത്വം എന്ന് പറഞ്ഞാല് ക്രിയ കൂടാതെ തന്നെ, മരുന്നൊന്നും ഉപയോഗിച്ചില്ല, ക്രിയ കൂടാതെ തന്നെ ഫലം കൊടുക്കാനുള്ള ശക്തി, അതാണ് പറയുന്നത്. ഭഗവാൻ ശ്രീരാമകൃഷ്ണൻ പറയുന്നത് സത്യം പറയലാണ് കലിയുഗത്തിലെ തപസ്. മറ്റുള്ള തപസ്സുകളൊക്കെ കലിയുഗത്തില് പ്രയാസമാണ്. സത്യം പാലിച്ചാൽ ഈശ്വര ദർശനം കിട്ടും എന്നാണ്. സത്യം പറയുന്നയാൾ ഈശ്വരന്റെ മടിയിൽ വിശ്രമിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ കാര്യം നിങ്ങളോട് പ്രത്യേകം പറയാം. നമ്മുടെ ആചാര്യന്മാർ ത്യാഗമൊക്കെ ഉപദേശിക്കുന്നുണ്ടല്ലോ, കാമവും ക്രോധവും ഒക്കെ ഉപേക്ഷിക്കാനാണ് പറയുന്നത്. എന്തിനാ പറയുന്നത്? നമുക്ക് സുഖമാണല്ലോ വേണ്ടത് അല്ലേ? പക്ഷേ 3 തരത്തിലുള്ള സുഖം എന്നാ പറയുന്നത്. വിഷയാനന്ദം, ഭജനാനന്ദം, ബ്രഹ്മാനന്ദം. അപ്പൊ ഈ ചെറിയ സുഖങ്ങൾ ഉപേക്ഷിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ വലിയ സുഖം തരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരു കാര്യമില്ലാതെ ഇതൊക്കെ ആരും ഉപേക്ഷിക്കാം. ഈ ചെറിയ സുഖം ഉപേക്ഷിക്കാൻ പറയുന്നത് വലിയ സുഖം കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ്, ബ്രഹ്മാനന്ദം കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ്. ശ്രീരാമകൃഷ്ണൻ സമാധിയിൽ നിൽക്കുന്നൊരു ഫോട്ടോ കണ്ടിട്ടുണ്ടാവും, ഞാൻ നിൽക്കുന്നൊരു ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. ആ ഫോട്ടോ കൊണ്ട് അറിയാം ബ്രഹ്മാനന്ദം എന്താണ്. അപ്പോ സത്യപ്രതിഷ്ഠായ ക്രിയാഫലാശ്രയത്വം. അടുത്ത് പറയുന്നത് അസ്തയ പ്രതിഷ്ഠായ സർവരത്നോപസ്ഥാനം എന്നാണ്. അസ്തയ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കാതിരിക്കൽ, മറ്റുള്ളവരുടെ അനുവാദം ഇല്ലാതെ അയാളുടെ ഒരു സാധനം എടുക്കൽ, അതാണ് മോഷണം. അപ്പോ അസ്തയത്തില് ആ മോഷണം നിങ്ങൾ തീരെ ഒഴിവാക്കിയാല്, 12 വർഷം ഒഴിവാക്കിയാല് എന്താ ഉണ്ടാവുന്നത്? സർവരത്നോപസ്ഥാനം. അയാളുടെ അടുത്തേക്ക് എല്ലാ രത്നവും വരുന്ന സമ്പത്തൊക്കെ ധാന്യമൊക്കെ അയാളുടെ അടുത്തേക്ക് ഒഴുകി വരികയാണ്, ഒന്നും ചെയ്യാതെ തന്നെ. അടുത്തത് ബ്രഹ്മചര്യം. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ബ്രഹ്മചര്യത്തിന്റെ ശരിക്കുള്ള വിവക്ഷ കാമനിയന്ത്രണം തന്നെയാണ്. ബ്രഹ്മചര്യ പ്രതിഷ്ഠായ വീര്യ ലാഭ എന്നാണ് പറയുന്നത്. ബ്രഹ്മചര്യത്തിൽ പ്രതിഷ്ഠ നേടിക്കഴിഞ്ഞാല് വീര്യം ഉണ്ടാകുന്നു എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ബ്രഹ്മചര്യം നൽകുന്ന ശക്തി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ബ്രഹ്മചര്യ പ്രതിഷ്ഠായ വീര്യലാഭ. 12 വർഷത്തെ ബ്രഹ്മചര്യം കൊണ്ട് ഒരു മേധാ നാഡി എന്ന് പറഞ്ഞ നാഡി ഡെവലപ്പ് ചെയ്യുന്നു. അലൗകിക ജ്ഞാനം നേടാനുള്ള ശക്തി നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത് ശാസ്ത്രം. അപ്പൊ ഇതൊരു വിഷയമാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ശാസ്ത്രം വായിക്കാതെ എങ്ങനെ മനസ്സിലാവും? ഒരു തരത്തിലും മനസ്സിലാവില്ല. നമ്മളെ സുഹൃത്തുക്കളും നമ്മൾക്ക് ബന്ധുക്കൾക്കൊന്നും ഇത് ചിലപ്പോൾ അറിയില്ല. ഇപ്പൊ ബ്രഹ്മചര്യ പ്രതിഷ്ഠായ വീര്യലാഭ. നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ഒക്കെ തെളിച്ചം വരണമെങ്കിൽ, നമ്മുടെ പഠനമൊക്കെ നല്ല രീതിയിൽ നല്ല ഫലപ്രദമാണെങ്കിൽ നമ്മൾ ഈ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. പണ്ടത്തെ കാലത്ത് 25 വർഷം ബ്രഹ്മചര്യമാണ്. 25 വർഷം ബ്രഹ്മചര്യം, 25 വർഷം ഗാർഹസ്ഥ്യം, 25 വർഷം വാനപ്രസ്ഥം, 25 വർഷം സന്യാസം. അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതം. പക്ഷേ ഇത് വളരെ പഠന കാലത്ത് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക. അപ്പൊ നമുക്ക് മനസ്സിനും ബുദ്ധിക്കും തെളിച്ചുണ്ടാവും. ബ്രഹ്മചര്യ പ്രതിഷ്ഠായ വീര്യലാഭ. അടുത്ത എന്താണ്? അപരിഗ്രഹ സ്ഥൈര്യ ജന്മകഥന്ത സംബോധ എന്നാണ്.
അപരിഗ്രഹത എന്താണ്? മറ്റുള്ളവരിൽ നിന്ന് അനാവശ്യമായിട്ട് സമ്മാനമൊന്നും വാങ്ങാതിരിക്കുക. ഈ അപഗ്രഹത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? മുൻജന്മത്തിന്റെ ഓർമ്മ ഉണ്ടാവും. മുൻജന്മത്തിന്റെ ഓർമ്മ ഉണ്ടാവും എന്ന് പറയുന്നത് അപരിഗ്രഹത്തിൽ പ്രശ്നം എടുക്കഴിഞ്ഞാൽ. അപ്പൊ ഇത് വളരെ പ്രധാനമായിട്ടുള്ള സംഗതിയാണ്. ഈ യമം, അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ഇത് ബാലന്മാരും വൃദ്ധന്മാരും യുവാക്കളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും എല്ലാ കാലത്തും അനുഷ്ഠിക്കേണ്ട മഹാവ്രതങ്ങൾ ആണെന്നാണ് വിവേകാനന്ദ സ്വാമി പറയുന്നത്. എല്ലാവരും എല്ലാ കാലത്തും അനുഷ്ഠിക്കേണ്ട മഹാവ്രതങ്ങളാണ് ഈ 5 യമം എന്ന് പറയുന്നത്. യമന്റെ നിയമമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതൊന്നും പറയാനുള്ള സമയമില്ല. പ്രധാനപ്പെട്ട കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളെ ശരിക്കുള്ള ബുദ്ധി വികാസം വേണമെങ്കിൽ, മനസ്സിന് വികാസം വേണമെങ്കിൽ നമുക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാവുന്നുണ്ട്. ബ്രഹ്മചര്യം ഉണ്ടെങ്കിൽ സ്മൃതിധരണമായി വരുന്ന പറയുന്നത്. കേൾക്കുന്നതൊക്കെ ഓർമ്മയിലുണ്ടാവും, വായിക്കുന്നതൊക്കെ ഓർമ്മയിലുണ്ടാവും. നമ്മൾ പഠിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് യമം. ഇത് എല്ലാ കാലത്തും എല്ലാവരും, ബാലന്മാരും വൃദ്ധന്മാരും യുവാക്കളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാ കാലത്തും അനുഷ്ഠിക്കേണ്ട മഹാവ്രതങ്ങളാണ് എന്നാണ്. വിവാഹ ജീവിതത്തിൽ ആണ് കൺസെഷൻ. വിവാഹ ജീവിതത്തിൽ മാത്രമേ നിയന്ത്രിതമായിട്ടുള്ള സെക്ഷുവാലിറ്റി അനുവദിക്കുന്നുള്ളൂ. സ്വാമിജി പറയുന്നു, രാജയോഗത്തിലേക്ക് വായിക്കാം, യോഗീസ് സേ that part of the energy which is expressed as sexual energy in sexual thought, when checked and controlled, easily becomes changed into ojas. അപ്പോൾ ഓജസ് ഉണ്ടാവണമെങ്കിൽ, മനസ്സിന് തെളിച്ചം ഉണ്ടാവണമെങ്കിൽ, ബുദ്ധിക്ക് തെളിച്ചം ഉണ്ടാവണമെങ്കിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ള മഹത്തായ സത്യങ്ങളാണ്. നമുക്ക് എത്രത്തോളം അനുഷ്ഠിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ അനുഷ്ഠിക്കുക. നമ്മളെല്ലാം പലരും സാധാരണ മനുഷ്യന്മാരാണ്. നമുക്ക് കഴിയുന്നത് നമ്മൾ അനുഷ്ഠിക്കുക. പക്ഷെ അത് തന്നെ സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാന്നാണ്. ഈ ധർമ്മം, ഈ മതം കുറച്ചെങ്കിലും നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും, വലിയ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാ. ഈ ധർമ്മം കുറച്ചെങ്കിലും അനുഷ്ഠിക്കുക, പറ്റുന്നത് അനുഷ്ഠിക്കുക. അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വലിയ നേട്ടമാണ് ഉണ്ടാകുന്നത്. ഈ ബ്രഹ്മാനന്ദം, നമുക്ക് വിഷയാനന്ദം എന്ന് പോയിട്ട് വചനാനന്ദത്തിലേക്ക് കടന്ന്, വചനാനന്ദം എന്ന് പറയുന്നത് ഭജനമുള്ള ആനന്ദം, ഈശ്വരന്റെ നാമവും ഗുണവും കീർത്തിക്കുന്നതുകൊണ്ടുള്ള ആനന്ദം. അടുത്തത് ബ്രഹ്മാനന്ദം. നമ്മൾ വെറുതെ ജനിച്ചിട്ട് മരിക്കാൻ പാടില്ല. നമ്മൾ ഭൗതികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവണം, നമുക്ക് ആധ്യാത്മിക പുരോഗതി ഉണ്ടാവണം. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ദുർലഭമായിട്ടുള്ള, കിട്ടാൻ വിഷമമായിട്ടുള്ള മനുഷ്യജന്മം കിട്ടിയിട്ട് ഈ ജന്മത്തിൽ തന്നെ ഈശ്വര ദർശനം നേടാൻ ശ്രമിക്കാത്തയാൾ ജനിച്ചത് വെറുതെ ആണെന്നാണ്. ഇത് ക്ലിയർ ആയിട്ടുള്ള, അൺഇക്വിവോക്കൽ ആയിട്ടുള്ള, അസന്ദിഗ്ധമായിട്ടുള്ള പ്രസ്താവനയാണ്. വിവേകാനന്ദ ട്രൂ പ്യൂരിറ്റി ആൻഡ് അൺസെൽഫിഷ്നെസ് wherever these are present, there is no power below or above the sun to crush the possessor thereof. Equipped with this, one individual is able to face the whole universe in opposition. എന്താണ് ട്രൂ പ്യൂരിറ്റി ആൻഡ് അൺസെൽഫിഷ്നെസ്? നിങ്ങൾക്ക് അറിയാതെ ഇംഗ്ലീഷിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. wherever these are present, ഇതൊക്കെ എവിടേക്കാണുള്ളത്? there is no power below or above the sun. മേലെയും സൂര്യന് മേലെയും കീഴിൽ ഒരു പവറില്ല. ടു ക്രഷ് ദ പൊസസർ thereof. ഈ 3 ഗുണങ്ങളുള്ള ആളെ തകർക്കാൻ ഒരു ശക്തിയും സൂര്യന് കീഴെയും മേലെയില്ല. Equipped with these, one individual is able to face the whole universe in opposition. ഇത് 3 ഉള്ള ആൾക്ക് ലോകത്തിനെ മുഴുവൻ എതിർത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ട്രൂ പ്യൂരിറ്റി ആൻഡ് അൺസെൽഫിഷ്നെസ്. Wherever these are present, there is no power below or above the sun to crush the possessor thereof. Equipped with this, one individual is able to face the whole universe in opposition. അപ്പോൾ നിങ്ങളോട് ഞാൻ എനിക്ക് അവസാനിപ്പിക്കുകയാണ്. വിവേകാനന്ദ സ്വാമികളുടെ ജീവിതം വായിക്കുക, ഉപദേശം വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഭാവി
ലോകത്തിന് രാജ്യം ഭരിക്കാനോ അല്ലെ എന്തിനു വേണ്ടിയുള്ള ശക്തി നിങ്ങൾക്ക് കിട്ടും. വേറെ ഒന്നിനും ഈ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് മാത്രം നിങ്ങൾക്ക് ആ ശക്തി കിട്ടില്ല. ആധ്യാത്മിക വിദ്യാഭ്യാസം, വിജ്ഞാനം എന്നാണ് വിവേകാനന്ദ സ്വാമി ശ്രീകൃഷ്ണൻ പറയുന്നത്. വിദ്യകളിൽ ഞാൻ ആധ്യാത്മവിദ്യയാണെന്നാണ്. ഇപ്പോൾ ആധ്യാത്മവിദ്യ ഇല്ലാണ്ടായിരിക്കുകയാണ്, ഭൗതിക വിദ്യ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നമുക്ക് പലപ്പോഴും ശാന്തിയില്ല, നാട്ടിലും ശാന്തിയില്ല ഉണ്ടാവുന്നു. അപ്പോൾ ഇത് ഒഴിവാക്കണം. ഇതിനു വേണ്ടി നമ്മൾ ശാസ്ത്രം പഠിക്കണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഈശ്വരൻ്റെ അനുഗ്രഹം, ആചാര്യന്മാരുടെയും മഹർഷിമാരുടെയും അവതാരങ്ങളുടെ എല്ലാം അനുഗ്രഹം നിങ്ങൾക്കെല്ലാം ഉണ്ടാവട്ടെ. വളരെ ചെറിയ സമയമുള്ളൂ. ഒരുപാട് ഇത് വലിയ കടലുപോലത്തെ വിഷയങ്ങളാണ്, അതൊന്നും പറഞ്ഞ് ബോധിപ്പിക്കാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും അനുഗ്രഹം ഉണ്ടാവട്ടെ. നിങ്ങളുടെ പഠനം വിജയമാവട്ടെ, നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പുരോഗതി ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു.